കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 4% പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ച ഒരു തുകയ്ക്ക് ലഭിച്ച കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് 20 രൂപയാണെങ്കിൽ നിക്ഷേപിച്ച തുക. അപ്പോൾ 2 വർഷത്തെ കൂട്ടുപലിശയും സാധാരണ പലിശയും തമ്മിലുള്ള ഡിഫറൻസ് കാണുന്ന ഇക്വേഷൻ ആദ്യം പഠിക്കാം. ഇക്വേഷൻ നിങ്ങൾക്കറിയാം, P/R/100 ആണ്. ഓക്കെ ആണോ? ഇവിടെ ഡിഫറൻസ് എത്ര എന്ന് പറയുന്നുണ്ട്? 20 രൂപയെന്ന് പറയുന്നു. അപ്പം ഡിഫറൻസിൻ്റെ സ്ഥാനത്ത് 20. പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, നിക്ഷേപിച്ച തുക. അത് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 4% എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 6ൻ്റെ സ്ഥാനത്ത് 4 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 4/100. ഓക്കെ ആണോ എൻ്റെ കുട്ടികൾ? ഈ 4നെ 100നെ കൂടെ വെട്ടിക്കളയരുതോ. 4 × 25 അല്ലേ 100. അപ്പോൾ ഇതിനെ ഒന്ന് ഞാൻ മാറ്റി എഴുതുക. 20 എന്ന് പറയുന്നത് P/1/25 എന്ന് എഴുതിക്കോട്ടെ. 4ഉം 100ഉം കൂടെ വെട്ടിക്കളഞ്ഞാൽ 1/25 അതിൻ്റെ സ്ക്വയർ അല്ലേ? അപ്പം നമുക്ക് എഴുതാം 20 എന്ന് പറയുന്നത് P അതിനൊന്ന് സ്ക്വയർ ചെയ്യുമ്പം 1/25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625 അല്ലേ? ഇനി ഈ 625നെ ക്രോസിന് ഇങ്ങോട്ടങ്ങ് വിടാമല്ലോ. അപ്പോൾ എന്താ വരിക? 20 × 625 എന്ന് വരും ലെഫ്റ്റ് സൈഡിൽ. റൈറ്റ് സൈഡിൽ ആര് മാത്രമാകും? പി മാത്രമാകും. അപ്പം പിയുടെ വില എത്രയാണെന്ന് ചോദിച്ചാൽ 625 × 20. 625നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 6നെ 2 കൊണ്ട് ഗുണിച്ചാൽ 12, 25നെ 2 കൊണ്ട് ഗുണിച്ചാൽ 50. ഒരു 0 കൂടി ഇടാൻ മറക്കണ്ട. നമ്മുടെ ആൻസർ 12,500. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.